ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 മെയ് മാസ ഫലം. അത് മീനം രാശിക്കാരായിരിക്കുന്ന പൂരട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വ്യാഴത്തിൻ്റെ മാറ്റം അത്ര അനുകൂലമല്ല. 3-ാം ഭാവമായ അനിഷ്ടഭാവത്തിലേക്ക് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനും രാശ്യാധിപനും കൂടിയായിരിക്കുന്ന സർവേശ്വരകാരകനും സർവസമ്പത്പ്രദാത്രിയുമായ വ്യാഴം മാറിയിരിക്കും. കൂടാതെ ആ വ്യാഴത്തിന് തീരെ പവർ കുറഞ്ഞു പോകത്തക്ക രീതിയിൽ മൗഢ്യവുമാണ്. ആയതിനാൽ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൂടുതൽ ആത്മവിശ്വാസവും ഭക്തിയും അതുപോലെ തന്നെ ബുദ്ധിയും ക്ഷമയും വിട്ടുവീഴ്ചയും വിജയത്തിന് അത്യാവശ്യമാണ്. മീനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരുടെ ഭാഗ്യാധിപന്മാരായ ഗ്രഹം ഒന്ന് ചന്ദ്രനാണ്. പക്ഷബലം കുറഞ്ഞും കൂടിയും ഒരു മാസം കൊണ്ട് രാശി ഒരു വട്ടം പൂർത്തിയാക്കുന്ന ചന്ദ്രൻ ചില സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ ഭാഗ്യം ഇട്ടുതരും. അതുപോലെ തന്നെ മറ്റൊരു ഭാഗ്യഗ്രഹമാണ് ചൊവ്വ. ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ 9-ാം ഭാവാധിപനാണ്. ആ ചൊവ്വ ഇപ്പോൾ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് വളരെയധികം ഭാഗ്യാവസ്ഥ കൊണ്ടുതരുവാൻ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഈ മാസം. ആയതിനാൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും ഞരമ്പ് സംബന്ധമായിട്ടോ പിത്ത സംബന്ധമായിട്ടോ ഉള്ള അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കീർത്തിയും യശസ്സും വന്നു ചേരുന്ന ഒരു മാസമാണ് ചൊവ്വയുടെയും അതുപോലെ തന്നെ മറ്റ് ശനിഗ്രഹത്തിൻ്റെയും ആദിത്യൻ്റെയും ഒക്കെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ധൈര്യവും വീര്യവും വർദ്ധിക്കുന്ന കാലം. എന്നിരുന്നാലും പ്രധാന കാര്യങ്ങൾക്ക്, സാഹസികമായ കാര്യങ്ങൾക്ക് എടുത്തുചാട്ടം പാടില്ല. മനസ്സിനെ ഇരുത്തം വരുത്തി ആലോചിച്ചതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാവൂ. അത് സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനികർ മുഖാന്തരമോ ഒക്കെ സാമ്പത്തിക അധിക ചെലവിനോ നഷ്ടങ്ങൾക്കോ ക്ലേശങ്ങൾക്കോ സൂചകമുള്ള ഒരു മാസമാണ്. മാതാവിനോ അതുപോലെ തന്നെ ജീവിത പങ്കാളിക്കുമൊക്കെ വളരെ നല്ല ഐശ്വര്യമുള്ള കാലം. എങ്കിലും മാതാവുമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം. ചിലപ്പോൾ ഒരു നിസ്സാര കാര്യമൊന്നുമില്ല, ഉണ്ടാക്കിയ കാര്യവും ആകാം. അങ്ങനെ പ്രശ്നമുണ്ടാകുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട സന്ദർഭം. തൊഴിൽ സ്ഥാനത്ത് ജാഗ്രത പാലിക്കുക. സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്കും അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അത് ബാധകമാണ്. മേലധികാരികളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ചിലപ്പോഴൊക്കെ എങ്കിലും പ്രവർത്തിക്കാൻ പറ്റാഴിക വരിക, കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ഹാജരാകാൻ പറ്റാഴിക വരിക, ഇന്നത്തെ കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കുവാൻ സൂചനയുണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതായത് ഓരോ വ്യക്തികളുടെയും ഈ നക്ഷത്രക്കാരായിരിക്കുന്ന അശ്വതി, പൂരട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ, മേൽനോട്ടം വഹിക്കുന്ന കാര്യങ്ങൾ, കുടുംബത്തായാലും ഓഫീസിലായാലും സമൂഹത്തിലായാലും അത് 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി 2-ാം ഭാവത്തിലേക്കുള്ളതിനാൽ പരുഷമായ വാക്കുകൾ പറയുകയോ ഉത്തരവാദിത്വം കുറയുകയോ അലസത ഉണ്ടാവുകയോ വഴി തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ നഷ്ടങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ജാഗ്രത പാലിക്കുക. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അത്ര അനുകൂലമായ കാലമല്ല. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ്.
നാഗരാജാവിന് മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് സർപ്പക്കാവിൽ പ്രാർത്ഥിച്ച് വ്രതങ്ങളൊക്കെ യഥാശക്തി അനുസരിച്ച് എടുക്കുക. അപ്പോൾ ദേഷ്യമൊക്കെ നിയന്ത്രിക്കുവാനാവും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഞാനീ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. അധിക ദോഷാവസ്ഥകളും കഷ്ടതകളും ഉള്ളവർ എന്താണ് അതിൻ്റെ കാര്യമെന്ന് മനസ്സിലാക്കുന്നതിന് ജാതകം കൂടി പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ജാതകാൽ അധിക കഷ്ടതയുള്ളത് ആണെങ്കിൽ അതിന് വേണ്ട പരിഹാരം ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. ജാതകം നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നത്.